നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്ക്ഡൌൺ വരുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രം. ലോക്ക്ഡൌൺ ആലോചനയിൽ പോലുമില്ല. പ്രചരിപ്പിക്കുന്നത് നിരുത്തരവാദപരമെന്നും കേന്ദ്രം. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ സർവകാല താഴ്ചയിൽ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. കൃത്രിമക്ഷാമം സൃഷ്ടിക്കാൻ നീക്കമെന്ന് സംശയം. കർശന നടപടിക്ക് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഇന്ധന നികുതി കുറച്ച് നിർണായക നീക്കം. വാർഷിക നഷ്ടം 1.5 ലക്ഷം കോടി. സംസ്ഥാനവും എക്സൈസ് നികുതി കുറയ്ക്കണമെന്ന് BJP. യുദ്ധപ്രതിസന്ധി സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിൽ ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ല. ഡീൽ ആരോപണം നിഷേധിച്ച് ചെറ്റത്തര പ്രയോഗം ആവർത്തിച്ച മുഖ്യമന്ത്രി. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല. BJPക്ക് പാർലമെന്റ് അംഗത്തെ നൽകിയത് CPM ആണെന്ന് ലീഗ്. നേമത്തെ ഡീൽ ആരോപണം തള്ളി CPM-ഉം ലീഗും. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താൻ LDF. തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമെന്ന് AK ബാലൻ. ഉന്നയിക്കാൻ വൈകിയത് ഡീൽ ആരോപണത്തിന് അവസരമൊരുക്കി. MK മുനീറിന് സീറ്റ് നൽകാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എതിർത്തതുകൊണ്ടെന്ന് എളമരം കരീം. B ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ നിർദ്ദേശവുമായി ഹൈക്കോടതി. 2 മാസത്തിനുള്ളിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണെന്നും കോടതി. നടപടി തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി. വട്ടിയൂർക്കാവിൽ K മുരളീധരനെ കോൺഗ്രസുകാർ കാലുവാരി തോൽപ്പിച്ചേക്കാമെന്ന് പത്മജ. തൃശൂരിൽ തോൽപ്പിച്ചവരെ മുരളി വീണ്ടും വിശ്വസിച്ചത് രാഷ്ട്രീയ മണ്ടത്തരം. മുരളിക്കെതിരെ പ്രചാരണത്തിന് പാർട്ടി തന്നെ നിയോഗിക്കില്ലെന്നും പത്മജ ന്യൂസ് 18നോട്. പാലക്കാട് രമേശ് പിഷാരടി രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല എന്നതിൽ വാക്പോര്. താൻ നടത്തിയ പൊതുപ്രവർത്തനത്തിന് വിസിബിലിറ്റി കിട്ടിയില്ല എന്നേയുള്ളൂ എന്ന് രമേശ്. പാർട്ടി പ്രവർത്തനവും പൊതുപ്രവർത്തനവുമാണ്. നിങ്ങൾ പല ആളുകളുടെയും അവരൊരു 100% പൊളിറ്റീഷ്യൻ ആണെന്ന് പറയുന്നത് അവരുടെ പാർട്ടി പ്രവർത്തനം നോക്കിയിട്ടാണ്. ശരിക്കും രാഷ്ട്രീയം പൊതുപ്രവർത്തനം ആണ് മെയിൻ. 20% പാർട്ടി പ്രവർത്തനവും 80% പൊതുപ്രവർത്തനവുമാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വിസിബിൾ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അതെന്ത് പൊതുപ്രവർത്തനമാണെന്ന് ശോഭാ സുരേന്ദ്രൻ. നിശബ്ദമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുക, നിശബ്ദമായിട്ട് തമാശ പറയുന്നതാണ് പൊതുപ്രവർത്തനം. അല്ലെങ്കിൽ തമാശ പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ വിഷയമല്ല ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ പരാജയം. ഇന്ന് ധാരണയിലാകാനുള്ളത് 22 മാനേജ്മെന്റുകളുമായെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. യുദ്ധം 10 ദിവസത്തേക്ക് നിർത്തുമെന്ന് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. തീരുമാനം ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമെന്നും അവകാശവാദം. US-ഉമായി കരയുദ്ധത്തിന് സജ്ജമെന്ന് ഇറാൻ. ഹോർമുസ് കടന്ന് ഒരു LPG ടാങ്കർ കൂടി ഇന്ത്യൻ തുറമുഖത്ത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഇന്ന് 38 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടുത്ത ചൂട് കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ. കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അന്വേഷണം വഴിമുട്ടുന്നു. സഹകരിക്കാതെ രാജകുടുംബം. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന ആരോപണം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് രാജകുടുംബം പരാതി നൽകി. വ്യക്തിയവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ മോഹൻലാലിന് ആശ്വാസം. പരാതിക്കാധാരമായ ലിങ്കുകൾ നീക്കണം. നിർദ്ദേശം നൽകി ഡൽഹി കോടതി. ഇന്ധന പ്രതിസന്ധി നേരിടാൻ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന പ്രചാരണങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. ഇന്ധനവില ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് എക്സൈസ് തീരുവ കേന്ദ്രം വെട്ടിക്കുറച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടരുന്നത് വിപണിയെയും ഗുരുതരമായി ബാധിച്ചു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ സർവകാല താഴ്ചയിലാണ്.
പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വൈകിട്ട് മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു. അജയ് സുധാപിച്ചു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ഈ ലോക്ക്ഡൌൺ വരുമെന്നുള്ള പ്രചാരണം അത് വളരെ രൂക്ഷമായി തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കേന്ദ്ര സർക്കാർ പറയുകയാണ് അത്തരമൊരു ആലോചന പോലും ഇല്ല എന്ന്. എങ്ങനെയൊക്കെയാണ് ഈ പ്രതിസന്ധി നേരിടാനുള്ള പദ്ധതികൾ കേന്ദ്രം തയ്യാറാക്കുന്നത്? എൽദോ, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ ഇതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ രാജ്യത്ത് പരിഭ്രാന്തി, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തി പരത്താൻ ശ്രമിക്കരുത് എന്ന് അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു. ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. രാജ്യം നിലവിൽ കോവിഡ് സമാനമായ ഒരു ചുറ്റുപാടിലാണ് കടന്നു പോകുന്നത്. അന്ന് കോവിഡിനെ എങ്ങനെയാണോ രാജ്യമൊട്ടാകെ നേരിട്ടത് അതുപോലെ തന്നെ നിലവിലുള്ള പ്രതിസന്ധിയെ നേരിടണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ആഗോളതലത്തിൽ തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം അത് വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഇന്ധന ലഭ്യത അതുപോലെ തന്നെ ഇന്ധന വിതരണം അതുൾപ്പെടെ ഇന്ത്യയും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കാനും ജനങ്ങളോട് ജാഗ്രതയോടെ ഇരിക്കാനുമുള്ള ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആ ഒരു രീതിയിൽ പറഞ്ഞത്. എന്നാൽ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രചരിക്കുകയുണ്ടായത്. അപ്പോൾ ഇതിന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞത് പരിഭ്രാന്തി പരത്തുന്ന രീതിയിലുള്ള ഊഹാപോഹങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്. രാജ്യത്ത് ഇന്ധനം ഉൾപ്പെടെയുള്ള എല്ലാവിധ അവശ്യ സാധനങ്ങളുടെയും വിതരണം അത് കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഇത്തരത്തിൽ വിതരണം തടസ്സപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും കേന്ദ്ര സർക്കാർ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ വെല്ലുവിളികളും നേരിടാൻ കേന്ദ്രം സജ്ജമാണ്. ഇതിനു മുൻപേ ലോകം നിരവധി ആഗോള പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം ഇന്ത്യ അതിനെ സധൈര്യം നേരിട്ടിരുന്നു. ഇപ്പോഴുള്ള പ്രതിസന്ധിയെയും ഇന്ത്യ അപ്രകാരം തന്നെ നേരിടും. രാജ്യത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുമാണ് ഹർദീപ് സിംഗ് പുരി തൻ്റെ ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്ത് ഒട്ടാകെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയെല്ലാം പ്രചരിച്ചിരുന്ന ഈ ലോക്ക്ഡൗൺ വാദങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ലോക്ക്ഡൗൺ ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം രാജ്യത്ത് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഇന്ധന ദൗർലഭ്യം അത് നേരിടാനുള്ള എല്ലാവിധ നടപടികളും രാജ്യത്ത് നിലവിൽ കൂടുതൽ ശക്തമാക്കി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ധനത്തിന്മേലുണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ അത് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പെട്രോളിനുണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവയിൽ 10 രൂപയും അതുപോലെ തന്നെ ഡീസലിൻ്റെ 10 രൂപയും പൂർണ്ണമായി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇതോടുകൂടി പെട്രോളിൻ്റെ തീരുവ എന്ന് പറയുന്നത് 3 രൂപയിലേക്കും ഡീസലിൻ്റെ തീരുവ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപേ പെട്രോളിന് 13 രൂപയും ഡീസലിന് 10 രൂപയുമാണ്. ഇതാണ് ഇപ്പോൾ 10 വീതം കുറച്ച് പെട്രോളിന് 3 രൂപയും അതുപോലെ തന്നെ ഡീസലിന് വിലയില്ല ഈ തീരുവ ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനും ഹർദീപ് സിംഗ് പുരി തന്നെയാണ് തൻ്റെ എക്സ് പോസ്റ്റ് വഴി വിശദീകരണം നൽകിയിട്ടുള്ളത്. അതായത് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആഗോളതലത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ക്രൂഡ് ഓയിൽ വില അത് 70-ൽ നിന്ന് 122 വരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിരവധി രാജ്യങ്ങൾ ഈ പെട്രോളിയം അതുപോലെ തന്നെ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ നേരിട്ടത്. പ്രധാനമായിട്ടും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ 30 മുതൽ 50% വർധനവുണ്ടായി. നോർത്ത് അമേരിക്കയിൽ 30% വർധനവും യൂറോപ്പിൽ 20% വർധനവും ആഫ്രിക്കയിൽ 50% വർധനവും പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായി. രാജ്യത്തിന് ഈ ഒരു അവസ്ഥയിൽ 2 മാർഗങ്ങളാണ് രാജ്യത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ജനങ്ങൾക്ക് മേൽ ഒരു പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു അധിക ഭാരം ചുമത്തുക, അല്ലെങ്കിൽ സർക്കാരിനുണ്ടാകുന്ന ചെറിയൊരു സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക. ഇത്തരത്തിൽ 2 ഓപ്ഷനായിരുന്നു സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നത്. 2022-ൽ റഷ്യ
യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഇപ്പോൾ ഈ രാജ്യത്ത് ഇന്ധനവിലയിൽ യാതൊരുവിധ വ്യതിയാനങ്ങളും സംഭവിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഇന്ധനവില പിടിച്ചു നിർത്താൻ നരേന്ദ്രമോദി സർക്കാർ എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചു വരികയാണെന്നും ഹർദീപ് സിംഗ് പുരി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എണ്ണ കമ്പനികൾക്ക് ഈ ഉയർന്ന ക്രൂഡ് ഓയിൽ വില കാരണം ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ ഈ ഉയർന്ന എക്സൈസ് തീരുവ എടുത്തു കളയുകയാണ് എന്നാണ് ഹർദീപ് സിംഗ് പുരി പറഞ്ഞത്. അതിൽ അദ്ദേഹം ഒരു കണക്കും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പെട്രോളിയം കമ്പനികൾക്ക് ലിറ്ററിന് പെട്രോളിന് 24 രൂപയും ഡീസലിന് 30 രൂപയുമാണ് പെർ ലിറ്ററിന് നഷ്ടമുണ്ടാകുന്നത്. ഈ നഷ്ടം നികത്തി പെട്രോളിയം കമ്പനികളെ സംരക്ഷിക്കാനാണ് ഈ നടപടി എന്നാണ് വിശദീകരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നയാരോ ഉൾപ്പെടെയുള്ള കമ്പനികൾ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില അവർ സ്വന്തം നിലയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് മറ്റ് കമ്പനികളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൾപ്പെടെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള ആശങ്കയെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ നികുതി എടുത്തു കളയുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. എന്നാൽ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മളെ ആശങ്കയിലേക്ക് നയിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിഞ്ഞ സംഭവം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ മാർക്കറ്റ് തുറന്നതിന് ശേഷം രൂപയുടെ മൂല്യം 33 പൈസ ഇടിഞ്ഞ് 94.29 എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപേ 93.96 എന്നുള്ള നിലയിലായിരുന്നു ഇന്ത്യൻ രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ രൂപ അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിയിരുന്നു. 93.98 എന്ന എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയതാണ്. ഇപ്പോഴാണ് വീണ്ടും 33 പൈസ ഇടിഞ്ഞ് ഇത് കൂടുതൽ താഴ്ചയിലേക്ക് പോയി 94.29 എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് ഏതാണ്ട് 3.5% താഴ്ചയാണ് ഡോളറിനെതിരെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അതായത് 2025 മാർച്ച് 31 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഇതൊരു വലിയ സംഖ്യയാണ്. 10% വീഴ്ചയാണ് കഴിഞ്ഞ വർഷം മുതൽ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം വരെ ഇന്ത്യൻ രൂപയ്ക്ക് ഡോളറിന് മേൽ ഉണ്ടായിട്ടുള്ളത്. ഇത് 2013-14 സമയത്തുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിലവിൽ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ യുദ്ധം അവസാനിച്ചാൽ പോലും നമ്മുടെ ഇപ്പോൾ ഈ ഒരു നിലയ്ക്ക് വലിയൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പല വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ കറണ്ട് ബാലൻസ് അക്കൗണ്ടിലുള്ള പല പ്രതിസന്ധികളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഉയർന്ന പണപ്പെരുപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉൾപ്പെടെ കൂട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നിലവിൽ ഈ സെൻസെക്സ് പോയിന്റിലും നിലവിൽ ഇടിവുണ്ടായിട്ടുണ്ട്. 1000 പോയിന്റാണ് ഇന്ന് രാവിലെ ഇടിഞ്ഞത്. നിഫ്റ്റിയിലും 300 പോയിന്റിന്റെ താഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്ന് വൈകിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ ഓൺലൈനായിട്ടായിരിക്കും പങ്കെടുക്കുക. കേരളം അടക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമുള്ളതിനാൽ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ പ്രത്യേക യോഗം പിന്നീട് വിളിച്ചു ചേർക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട്. റൈറ്റ്. എന്തായാലും ലോക്ക്ഡൌൺ എന്നുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ലോക്ക്ഡൌൺ എന്നൊരു സാഹചര്യം നിലവിലില്ല, അത്തരം ഒരു ആലോചനയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അജയ് സുധാബിജാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനവും എക്സൈസ് നികുതി കുറയ്ക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം പെട്രോളിയം എക്സൈസ് തീരുവ കുറച്ചു, അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. നികുതി കുറയ്ക്കാൻ സംസ്ഥാനവും തയ്യാറാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു നിവേദനം, ഒരു അഭ്യർത്ഥന, അദ്ദേഹവും സ്റ്റേറ്റിന്റെ വാറ്റ് അത് കട്ട് ചെയ്യണം. എന്നാലാണ് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഫ്യൂൾ പ്രൈസസിന്റെ വില അവർ സഹിക്കാൻ പോകുന്ന ആ വിലയിന്റെ കുറച്ച് കമ്മിയാക്കാൻ അവരും സ്റ്റേറ്റ് ഗവൺമെന്റും ആ വാറ്റ് കട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങളുടെ ഒരു ആവശ്യം, ജനങ്ങളുടെ ഒരു ആവശ്യം. ഡീൽ ആരോപണത്തിൽ കത്തി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാട്ടില്ല എന്നാണ് UDF ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇടത് വലത് നേതാക്കൾക്കൊപ്പം BJPയും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറഞ്ഞതോടെ പ്രചാരണത്തിന്റെ മുഖ്യ വിഷയം ഡീൽ വിവാദമാവുകയാണ്. PV അരുണിന്റെ
റിപ്പോർട്ടിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിവച്ച ഡീൽ ആരോപണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രംഗത്തെത്തി. വാർത്താ സമ്മേളനങ്ങളിലെ നിലപാട് പ്രഖ്യാപനത്തിന് പുറമെ 2 ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയാണ് പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി പിണറായി വിജയൻ രംഗത്തെത്തിയത്. 2006 പരവൂർ മണ്ഡലത്തിൽ നടന്ന ഒരു പരിപാടിയിൽ RSSന്റെ പരിപാടിയിൽ എന്തിന് പങ്കെടുത്തു, അവിടെ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ എന്തിന് താണു വണങ്ങി നിന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിനോട് ആദ്യം മുഖ്യമന്ത്രി ചോദിച്ചത്. 2013 ഒരു പരിപാടിയുടെ കാര്യം മാത്രമാണ്, അതിൽ VS അച്യുതാനന്ദൻ കൂടി പങ്കെടുത്ത പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മാത്രമാണ് ഇതുവരെ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് 2006 ഡീൽ മറച്ചുവെക്കുന്നു, ആ ഡീലിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മറുപടിയുമായി പ്രതിപക്ഷ നേതാവും ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തി. പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ ജനതാ പാർട്ടിയുടെ പിന്തുണയോട് കൂടി മത്സരിച്ചില്ലേ, അന്ന് BJP ആയിരുന്നില്ലേ, BJPയുടെ പൂർവ്വരൂപമായിരുന്നില്ലേ ജനതാ പാർട്ടി, അവരല്ലേ പിണറായി വിജയനെ പിന്തുണച്ചതും വിജയിപ്പിച്ചതെന്ന ചോദ്യമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. അതിനും മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നു. ഇന്നും പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ വാചകങ്ങൾ ഇന്ന് ആവർത്തിക്കുകയായിരുന്നു. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചിത്രം കാണിക്കാൻ താൻ തയ്യാറാകില്ല. ഈ ചെറ്റത്തരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വാക്കുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കെ വീണ്ടും അത് പിണറായി ഇന്ന് പറഞ്ഞു എന്നത് കൂടി ശ്രദ്ധേയമാണ്. ഒരു തരത്തിലും ഒരു കാലത്തിലും CPM BJPയുമായി ഡീലിന് പോയില്ല. ഡീലിന് പോയെന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ലെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തില് 2 × 2 = 4 എന്ന സാധാരണ കണക്ക് ശാസ്ത്രമല്ല. ആ കണക്കിലായിരുന്നു പണ്ട് കോലി സഖ്യം ഉണ്ടാക്കിയത്. വടകരയും ബേപ്പൂരും നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചവര് അക്കാലത്തും പിന്നീടും ഇക്കാലത്തും നാളെയും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനും LDFനുമെതിരെ പ്രചരണം നടത്തിയാൽ ചെലവാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ആ പണിയില്ല. ഞാൻ സാധാരണ പറയാറുള്ളൊരു വാചകം വീണ്ടും പറയാണ്, ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് തുടങ്ങിവെച്ച ഡീൽ ആരോപണം വിടാൻ തയ്യാറല്ല. ഇന്നും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ CPM BJP ഡീലുണ്ട്, അത് ഒരു മണ്ഡലത്തിൽ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ 20-ലേറെ മണ്ഡലങ്ങളിൽ അത്തരം ഡീൽ നടക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ചില സീറ്റുകളിൽ BJPയുടെ NDAയുടെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ അത്തരം ഡീലുണ്ടെന്ന ആരോപണവും പ്രതിപക്ഷം ശക്തമായി തന്നെ CPMനെതിരെ മുന്നോട്ട് വയ്ക്കുന്നു. ലെഫ്റ്റിന്റെ ആഗ്രഹം എന്താണ്? അവരുടെ എതിരുള്ള ആന്റി ഇൻകംബൻസി വോട്ട് അതിനെ 2ആക്കി മാറ്റിയാൽ അവർ തോൽക്കില്ല. അതുകൊണ്ട് BJP എത്രത്തോളം കോൺഗ്രസ് വോട്ട് പിടിച്ചെടുത്താലും അത് LDFന് ഗുണം ചെയ്യണമെന്ന് അവർക്കറിയാം. അതാണ് ഡീല്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ്, അവർ എന്ത് ഡീല് വേണമെങ്കിലും ചെയ്തോട്ടെ, UDFന്റെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കാനാണ്. യഥാർത്ഥ ഡീൽ BJPയും കോൺഗ്രസും തമ്മിലെന്ന് CPMും ആരോപിക്കുന്നുണ്ട്. അതിന് ചില തെളിവുകൾ അവർ പുറത്തുവിടുന്നുമുണ്ട്, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ അവർ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. ഇന്നലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൂടി ഡീലുണ്ടെന്ന ആരോപണമായി മുൻ മന്ത്രി ആന്റണി രാജുവും രംഗത്ത് വന്നു. എന്നാൽ ഒരു തരത്തിലുള്ള ഡീലിലും തങ്ങളില്ല, തങ്ങൾ ഡീൽ വിശ്വസിക്കുന്നില്ല, പകരം വികസനവും അത്തരം വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ട നിലപാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. ഡീൽ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ BJPയും. ഇതില് സത്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത് തമിഴ്നാട്ടിലും മത്സരിക്കുന്നത് ആരാണ്? ഒരുമിച്ച് CPMും കോൺഗ്രസും അല്ലേ. 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറി ഒരു ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ ആരാണ്? CPMും കോൺഗ്രസ് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാലോ, ഇവിടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPM ഇവിടെ നാട് നശിപ്പിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിന്റെ മൗനം എന്തുകൊണ്ടായിരുന്നു? അപ്പൊ നോക്കൂ, ഞങ്ങൾ വികസനം എന്ന് മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കാൻ കോൺഗ്രസും CPM ശ്രമിക്കുന്നു. പാലക്കാട് പൊതുസോദര സ്ഥാനത്ത് മത്സരിപ്പിക്കുകയും അത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന, അതിലൂടെ കോൺഗ്രസിന്റെ വിജയത്തെ തടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് CPM അവതരിപ്പിച്ചതെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ടാണ് ഡീൽ ആരോപണവുമായി ആദ്യം അവർ രംഗത്ത് വന്നത്. മറ്റു ചില മണ്ഡലങ്ങളിൽ T20 മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ അടക്കം കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിലും ഡീൽ ആരോപണം കത്തിത്തന്നെ നിൽക്കാനാണ് സാധ്യത. പ്രതിപക്ഷത്തിന് നേരിട്ട് മറുപടിയുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലായും അത് മാറുമ്പോൾ ഈ ഡീൽ ആരോപണങ്ങളിൽ തൊടേണ്ട എന്ന നിലപാടാണ് BJPക്ക് പൊതുവിലുള്ളത്. തിരുവനന്തപുരത്തും അരുവിക്കരയിലും കോൺഗ്രസ് BJP ഡീൽ എന്ന് ആന്റണി രാജു
തിരുവനന്തപുരത്ത് UDFന് ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നു. പകരം അരുവിക്കരയിൽ BJP ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി. ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഈ ഡീൽ ഉറപ്പിച്ച കാര്യം തന്നോട് പറഞ്ഞുവെന്ന് ആന്റണി രാജു വെളിപ്പെടുത്തി. കുറ്റബോധം കൊണ്ട് ചില സത്യങ്ങൾ അവർക്ക് പറയേണ്ടി വരും. ഇവിടെ വ്യക്തമായ ഡീലല്ലേ? കാരണം കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ തുടർച്ചയായിട്ട് മത്സരിച്ച VS ശിവകുമാർ, 10 വർഷക്കാലം ഇവിടെ MLA മന്ത്രിയുമായിരുന്ന VS ശിവകുമാർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്ന VS ശിവകുമാർ എന്തിനാണ് ഇവിടെ നിന്ന് അരുവിക്കരയിലേക്ക് മാറിയത്? ഇവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവിടെ അരുവിക്കരയിൽ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ BJP കൊടുക്കുന്നു. ഇവിടെ UDFിലെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഇടുമ്പോ അരുവിക്കരയും തിരുവനന്തപുരവുമായിട്ട് ഡീലുണ്ടെന്നുള്ളത് കോൺഗ്രസിന്റെ തന്നെ ചില നേതാക്കന്മാർ എന്നോട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അത് സത്യമാണെന്ന് തെളിയുകയല്ലേ? അത് ഞാൻ വസ്തുത ഫാക്ട് വെച്ചോണ്ടല്ലേ ഞാൻ പറയുന്നത്. ഇതിൽ പല ഒരു ഡീല് അരുവിക്കരയും തിരുവനന്തപുരം പോലുള്ള ഡീല്, വ്യക്തമായ ഡീല് തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഏത് മണ്ഡലത്തിലാണ് ഉള്ളത്? ഞാൻ കണക്ക് വെച്ചല്ലേ പറഞ്ഞത്. മുൻപ് രഹസ്യമായി ഉണ്ടായിരുന്ന CPM BJP ഡീൽ ഇപ്പോൾ പരസ്യമായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പൊതുരംഗത്ത് സജീവമല്ലാത്ത ഒരാളെ CPIM പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് BJPയെ സഹായിക്കാനാണ്. ഇവിടെ CPM കോൺഗ്രസിനെതിരെ എന്തു പറയും? എന്നാൽ കേരളത്തിന് പുറത്ത് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ കോൺഗ്രസ് കനിയണമെന്നും വിമർശനം ഉന്നയിച്ചു. മങ്കടയിൽ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാലും LDFന് അതിന്റെ ഗുണം ലഭിക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആർസുമായിട്ട് നേരത്തെ ബന്ധമുള്ള ആളാണ് VD സതീശൻ എന്നുള്ള രീതിയിൽ അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടത്തുന്നത് മാത്രമാണോ? അല്ല, ഇത് ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുമ്പോൾ അവർ ആലോചിക്കേണ്ടതായിരുന്നു. അത് ഇപ്പോൾ ഈ ഡീൽ ആരോപണങ്ങളൊക്കെ പിന്നെ പണ്ടും തെരഞ്ഞെടുപ്പുകളിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത്ര പ്രകടമായി ചെയ്താൽ അത് പുറത്തു വരാതിരിക്കുമോ? പാലക്കാട് കൊണ്ടുപോയി ഒരു UDFിൻ്റെ വോട്ട് ബാങ്ക് ഭിന്നിപ്പിക്കുന്ന പ്രകടമായ രാഷ്ട്രീയത്തിലൊന്നുമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. അതാരെ സഹായിക്കണം? 3ാം സ്ഥാനത്തുള്ള LDF, 2ാം സ്ഥാനത്തുള്ള BJPക്ക് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊരു ഏത് കുട്ടികൾക്കും മനസ്സിലാവും. അത് വളരെ പ്രകടമായിപ്പോയി. അതപ്പോൾ കുഴപ്പമായത്. ഇതൊക്കെ പണ്ടും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇത്ര പരസ്യമായിട്ട് ചെയ്യലില്ല. അത് പരസ്യമായി ചെയ്തത് ആരോപണമല്ല, ഇപ്പം പരസ്യമായി പോയി. അതാ സംഭവം. രാജീവ് ചന്ദ്രശേഖറുമായി സംവാദത്തിന് തീയതി കുറിച്ച് V ശിവൻകുട്ടി. പൂജപ്പുരയിൽ 29-ന് സംവാദത്തിന് തയ്യാറാണ്. ഈ സമയത്ത് അസൗകര്യമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് സമയം തീരുമാനിക്കാമെന്നും ശിവൻകുട്ടി പറഞ്ഞു. സംവാദത്തിന് തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു. VV അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഒരു സംവാദം അതിനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? പോസിറ്റീവായി തന്നെയുള്ള റെസ്പോൺസ് ഉണ്ടാകുമോ രണ്ടിടത്ത്? വിവാദങ്ങൾക്കല്ല, വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് താല്പര്യമെന്നാണ് BJPയും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആരോപണം നേമത്ത് ഒരു വികസനവും നടന്നിട്ടില്ല, ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അവിടെ MLA ആയിരുന്നിട്ടും വികസനം നടന്നിട്ടില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് തുടക്ക സമയത്ത് തന്നെ അത്രയും ആരോപണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും സംവാദത്തിന് രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വെല്ലുവിളി ഏറ്റെടുത്തത്. ശിവൻകുട്ടിയുമായി സംവാദം തയ്യാറാണ്, ഒരു കണ്ടീഷൻ മാത്രം, കളവ് പറയരുത്, വസ്തുതകൾ മാത്രം പറയണമെങ്കിൽ സംവാദം തയ്യാറെന്ന് രാജീവ് ചന്ദ്രശേഖർ രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് V ശിവൻകുട്ടി ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. സംവാദത്തെ സമയം വേണമെങ്കിൽ ഞാൻ പറയാം, 29-ാം തീയതി ഉച്ചവരെ ഏത് സമയത്തും രാജീവ് ചന്ദ്രശേഖരനുമായി സംവാദത്തിന് തയ്യാറാണ്. അതിനുള്ള സ്ഥലവും അദ്ദേഹം തന്നെ നിശ്ചയിച്ചു. പൂജപ്പുര സംവാദത്തിന് തയ്യാറാണ്. രാജീവ് ചന്ദ്രശേഖരന് ഈ സമയവും സ്ഥലവും അസൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന സ്ഥലത്ത് സമയത്ത് ചെല്ലാമെന്നും ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കി. ഇനി രാജീവ് ചന്ദ്രശേഖർ ഈ സമയക്രമം അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും നേമത്തെ വികസന സംവാദത്തിന് ഇപ്പോൾ വഴി തുറക്കുകയാണ്. രണ്ട് ഭാഗത്തുള്ള നേതാക്കളും വെല്ലുവിളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി സമയവും തീയതിയുമാണ് തീരുമാനിക്കപ്പെടേണ്ടത്. റൈറ്റ്, നേമത്തൊരു വികസന സംവാദത്തിനുള്ള സാധ്യത തെളിയുകയാണ്. അവിടെ V ശിവൻകുട്ടിയാണ് ഇപ്പോൾ സംവാദത്തിനുള്ള തീയതി നിശ്ചയിച്ച് രാജീവ് ചന്ദ്രശേഖരനോട് ഒരു മറുപടിക്ക് കാത്തിരിക്കുന്നത്. UDFിലെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിഷയമാക്കി CPM. ജമാഅത്തെ ഇസ്ലാമി നൽകിയ പട്ടിക പരിഗണിച്ചാണ് UDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് എന്നാണ് CPMന്റെ ആരോപണം. സമാന ആരോപണവുമായി BJPയും രംഗത്തെത്തിയപ്പോൾ LDFനെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടും എന്നാണ് കോൺഗ്രസിന്റെ മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായി UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം വീണ്ടും ഉയർത്തുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM. വർഗീയ അജണ്ടകൾക്ക് പിന്നാലെ UDF സഞ്ചരിക്കുന്നു എന്നതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉയർത്തുന്നതിന് കാരണമായി പറയുന്നത്. അതുമാത്രമല്ല, UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പോലും തയ്യാറാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് എന്ന കടുത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒരു മുന്നണി തന്നെ ആണ് ഞാൻ പറയും. എന്താ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി
പറഞ്ഞ ആളുകളെ സ്ഥാനാർത്ഥിയാക്കി വെച്ചുകൊണ്ടാണ് UDF പാനൽ. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതൊരു സമീപനമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി വേണ്ടപ്പെട്ട ആളുകളെ UDF പാനലിൽ കൊണ്ടുവരിക. അത് UDF ചെയ്തിട്ടുണ്ട്. കൂടുതൽ CPM കേന്ദ്രങ്ങളും സമാനമായ ആരോപണം ഏറ്റെടുക്കുകയാണ്. ലീഗ് നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പ്രധാനപ്പെട്ട വ്യക്തികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നടക്കമുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. KM ഷാജിയുടെ സ്ഥാനാർത്ഥിത്വം പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം പരിഗണിച്ചാണ് എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ആൾ കാൻഡിഡേറ്റാ. അതിൻ്റെ ഉദാഹരണം. BJPയും UDFനെതിരെ ഇത് ആയുധമാക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തള്ളിപ്പറയാൻ VD സതീശൻ തയ്യാറാകുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ഞങ്ങൾ പറയുന്ന ഭാവാത്മക മതേതരത്വം ആ സ്റ്റാൻഡ് എന്തുകൊണ്ട് VD സതീശൻ എടുക്കുന്നില്ല? ഇപ്പൊ VD സതീശന്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി പറയട്ടെ, ഞങ്ങൾ ഭീകരവാദികൾക്കെതിരാണെന്ന്, ഞങ്ങൾക്ക് ഭീകരവാദ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മതരാഷ്ട്രവാദത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബഹുസ്വരത തകർക്കാൻ പരിശ്രമിക്കുകയും ഭീകരവാദത്തിന് കുടപിടിക്കുകയും ചെയ്യുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി നമുക്ക് അപകടകരമാണ് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ ആരുമായും കൂട്ടുകൂടുമെന്ന മറുപടിയാണ് കോൺഗ്രസിന്റേത്. 36 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമുമായി സഖ്യമുണ്ടാക്കിയ പാർട്ടി CPM ആണ്. മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്താണ് ചങ്ങാത്തം പിരിഞ്ഞെന്ന് ആലോചിക്കണം. ചങ്ങാത്തം പിരിയുമ്പോൾ ഉണ്ടാകുന്ന ആരോപണമല്ലാതെ അത് വലിയ ഗൗരവത്വം ഞങ്ങൾ എടുക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സഖ്യമുണ്ട്. ആ സഖ്യം ഐക്യജനാധിപത്യ മുന്നണിയാണ്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കുന്ന പലരുമുണ്ട്. ആരൊക്കെ സഹായിക്കാൻ വരുന്നു അത് അവരുടെ തീരുമാനമാണ്, അവരുടെ ഇഷ്ടമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. BJP ശക്തി കേന്ദ്രങ്ങളിൽ സാഹചര്യത്തിന് വേണ്ടി വന്നാൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നും നിലപാടിലേക്കും അവർ പോകുന്നുണ്ട്. അതേസമയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ചിലയിടങ്ങളിലെങ്കിലും സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് CPM നേതാക്കൾക്ക് വ്യക്തമായ മറുപടിയുമില്ല. വോട്ട് വേണ്ട ഒരാൾ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും. കേൾക്കൂ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും വലിയ ചർച്ചകൾക്ക് ഇടവെക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം. MK മുനീറിന് ലീഗ് സീറ്റ് നൽകാത്തത് ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തതുകൊണ്ടാണെന്ന് എളമരം കരീം. മുനീറിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും ലീഗ് കാരണമായി. ഇന്ത്യ വിഷൻ ചാനലിനെതിരെ ലീഗ് നിലപാട് സ്വീകരിച്ചിരുന്നുവെന്നും എളമരം കരീം പറഞ്ഞു. അവരിൽ UDFുമായി മുസ്ലിം ലീഗുമായും UDFുമായും വളരെ യോജിപ്പോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി UDFിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ആദർശപരമായി ഐഡിയോളജിക്കലി കടുത്ത എതിർപ്പ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് ഇപ്പോൾ മാത്രം പ്രകടിപ്പിച്ചതല്ല, നേരത്തെ തന്നെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി വരാൻ പാടില്ലെന്ന് ആരാണ് വിലക്കിയത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ മുനീറിനെ സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിച്ചത് ലീഗ് നേതൃത്വം തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്ന കാലത്ത് വിവാദപരമായ ചില വാർത്തകൾ, ചില ഇന്റർവ്യൂകൾ നൽകിയതിന്റെ ഭാഗമായി അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന യാതനകൾ. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ വൈകിയത് ഡീൽ ആരോപണം ഉന്നയിക്കാൻ അവസരമുണ്ടാക്കിയെന്ന് AK ബാലൻ. ഭരണ നേട്ടങ്ങൾ ഉയർത്തുന്നതിനൊപ്പം ഇനി അങ്ങോട്ട് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് മുഖ്യ വിഷയമാകുമെന്നും AK ബാലൻ പറഞ്ഞു. ന്യൂസ് 18 മീറ്റ് ദ ലീഡർ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് ഈ വികസന പ്രവർത്തനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ ഭാഗത്തിന് അത്ര പ്രാധാന്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ കിട്ടിയിട്ടില്ല. പൊളിറ്റിക്കലായി ഇനിയും ശക്തമായി വരേണ്ട ഒരു വാദമാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് UDF ഞങ്ങൾക്കെതിരായി ഈ ഡീലുണ്ട് എന്ന് പറയുന്നത്. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശം ഗൗരവതരമെന്ന് ഹൈക്കോടതി. പരാതിയിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകി. പരാമർശം സമൂഹത്തിനെ ഏതു തരത്തിൽ ബാധിച്ചുവെന്ന് പരിശോധിക്കാനും കോടതി
നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വർഗീയ പരാമർശം നടത്തിയ ബി ഗോപാലകൃഷ്ണനെതിരെ മുഖ്യമന്ത്രിയും രംഗത്തെത്തി. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ തൃശൂർ KSU ജില്ലാ പ്രസിഡന്റ് ഗോകു നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ വ്യക്തമായിട്ട് 2 മാസത്തിനുള്ളിൽ ഗോപാലകൃഷ്ണനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും, ഈ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിന്റെ ആഘാതം എങ്ങനെ മറികടക്കാനാകുമെന്നുള്ള കാര്യം കോടതിയെ അറിയിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ ദീപുലാൽ മോഹൻ വ്യക്തമായിട്ട് ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഗോപാലകൃഷ്ണനെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU ജില്ലാ പ്രസിഡന്റ് കോടതിയിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അർഹതയില്ല. രാജ്യത്ത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പക്ഷേ ഹർജിയിലെ നാമനിർദ്ദേശ പത്രിക തള്ളണം, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ തൽക്കാലം പരിഗണിക്കുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തിനും സമൂഹത്തിനും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആഘാതം എങ്ങനെ മറികടക്കാനാകുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ കോടതിയെ അറിയിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരം ആഘാതങ്ങൾ, അതായത് ഇത്തരം സന്ദേശങ്ങൾ സമൂഹത്തിന് എന്ത് കോട്ടമാണ് ഉണ്ടാക്കുന്നത്, ഇത് അങ്ങേയറ്റം സീരിയസ് ആയി കാണേണ്ടുന്ന ഒരു പരാമർശം തന്നെയാണ്. അങ്ങേയറ്റം ഗൗരവതരമായ കോടതി ഇതിനെ കാണുന്നുവെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയല്ല, 2 മാസത്തിനു ശേഷം ഗോപാലകൃഷ്ണൻ ഒരുപക്ഷെ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് നിയമസഭയിൽ എത്തുകയാണെങ്കിൽ ഈ 2 മാസത്തിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് ഗോപാലകൃഷ്ണന്റെ MLA സ്ഥാനം തുടരാൻ അത് ബാധകമായി, അതിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ റിപ്പോർട്ട് മാറിയേക്കാം എന്നുള്ള കാര്യവും നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 2 മാസ സമയം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം വർഗീയ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി ഗോപാലകൃഷ്ണനെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടിനെയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെ അവര മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഏത് വർഗീയതയായാലും വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കർക്കശമായ നടപടികളുണ്ടാകും. ഈ നാടിൻ്റെ ഈ രീതി അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് സംഘപരിവാർ. ഗുരുവായൂരിലെ ജനങ്ങൾ അത്തരം പ്രസ്താവന കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കപ്പെടില്ല. ഗുരുവായൂരിലെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് മാത്രമല്ല, വർഗീയ പരാമർശങ്ങളും വർഗീയ വിദ്വേഷവും പരത്താൻ സംസ്ഥാനം അനുവദിക്കില്ല. അതിന് കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരനെ കോൺഗ്രസുകാർ കാലുവാരി തോൽപ്പിച്ചേക്കുമെന്ന് പത്മജ വേണുഗോപാൽ. തൃശൂരിൽ തോൽപ്പിച്ച കോൺഗ്രസുകാരെ മുരളി വീണ്ടും വിശ്വസിച്ചത് രാഷ്ട്രീയ മണ്ടത്തരമാണെന്നും പത്മജ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. K മുരളീധരനെതിരെ പ്രചാരണത്തിന് BJP തന്നെ നിയോഗിക്കില്ലെന്നും പത്മജ. ഇപ്പം മുരളിയേട്ടൻ ചെയ്യുന്നത്, മുരളിയേട്ടന് വേറെ നിലനിൽപ്പില്ല. മുരളിയേട്ടൻ എവിടെ പോവും? അല്ലെങ്കിൽ രാഷ്ട്രീയം നിർത്തി വീട്ടിലിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് മുരളിയേട്ടൻ മത്സരിക്കുന്നത്. ഇതിൽ മുരളിയേട്ടൻ അവർ കാലു വരുമെന്നാണ് എനിക്ക് സംശയം. കോൺഗ്രസ് അല്ലേ പാർട്ടി? അങ്ങനെ തോൽക്കുകയാണെങ്കിൽ K മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ള ചർച്ചകൾ പോലും വെളിയിൽ നടക്കുന്നുണ്ട്. ഒരു വേള K മുരളീധരൻ പോലും വേണമെങ്കിൽ BJPയിൽ വന്നേക്കാം എന്ന രീതിയിലുണ്ടല്ലോ. അങ്ങനെയുള്ള പരിഹാസങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ? എനിക്കറിയില്ല. കാരണം എൻ്റെ സ്വഭാവം മുരളിയുടെ സ്വഭാവം ഭയങ്കര വ്യത്യാസമാണ്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്മാറില്ല. പിന്നെ മരണം വരെ ഇനി അതെന്നുള്ള അതിന് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മുരളിയേട്ടൻ അങ്ങനെയല്ല. മുരളിയേട്ടൻ ഇനിയിപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമോ മുരളിയേട്ടനെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എനിക്ക് മുരളിയേട്ടൻ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മുരളിയേട്ടൻ എന്ത് ചെയ്യുമോ എന്തോ എന്ന് ഒരു അനിയത്തി എന്നുള്ള എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ചിന്തിക്കാറില്ല. കുറച്ച് ഇവരൊരു കോക്കസിൻ്റെ കയ്യിലാണ് ഇവിടെ പാർട്ടി. ആ കോക്കസ് തീരുമാനിക്കുന്ന ആ കാര്യം ഇവിടെ നടക്കുള്ളൂ. ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ എടുത്താലും പറയാം. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കാൻഡിഡേറ്റ് ആയിരിക്കുമ്പോൾ ഞാനൊന്നും പറയില്ല. അത് കഴിഞ്ഞാൽ ഞാൻ പറയാം എന്താ ഇവിടെ നടന്നത്.
തിരുവനന്തപുരത്ത് CP ജോണിന് എതിരാളികൾ ഇല്ല എന്ന് രമേശ് ചെന്നിത്തല. ജോണിന്റെ കപ്പൽ തീരമണിയും. കപ്പൽ ഓടിക്കാൻ കൈപ്പത്തി ആവശ്യമാണ്. കൈപ്പത്തിയാണ് കപ്പലിന് ചുക്കാൻ പിടിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല. ഒരു സംശയവും വേണ്ട, ഈ കപ്പൽ തീരമണയും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാറിലും കോളിലുമൊക്കെ പെട്ടാലും ഈ കപ്പൽ തന്നെയായിരിക്കും തീരമണയാൻ പോകുന്നത്. അതിന്റെ കപ്പിത്താനായ ജോണായിരിക്കും തിരുവനന്തപുരത്തിന്റെ MLA എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആരെന്ത് പറഞ്ഞാലും ഇതുപോലെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ CP ജോണിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ എതിരാളിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചിഹ്നം കപ്പലാണെങ്കിലും കപ്പൽ ഓടിക്കണമെങ്കിൽ കൈ വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൈ തന്നെയാണ് ഈ കപ്പൽ ചുക്കാൻ പിടിക്കുന്നത്, കൈയാണ്. വാമനപുരത്തെ ഇടതുകോട്ട തകർക്കുമെന്ന UDF സ്ഥാനാർത്ഥി സുധീർ പാലോട്. കോട്ട തകർക്കാനാകുമെന്നത് സ്വപ്നം മാത്രമെന്ന സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള DK മുരളിയുടെ മറുപടി. 10 വർഷം കൊണ്ട് 2200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ താൻ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും വാമനപുരത്ത് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു കാർണവർ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. 1977 N വാസുദേവൻ പിള്ളയിൽ തുടങ്ങി 2021 DK മുരളി വരെ തുടർച്ചയായി 40 വർഷത്തിലധികമായി ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന വാമനപുരം നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് സുധീർ പാലോട്. കല്ലറ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് സുധീർ പാലോട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്, ഈ ചൂടൊന്നും വകവെക്കാതെയുള്ള പ്രചാരണത്തിലാണ് സുധീർ. എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് പ്രചാരണം? വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും രാഷ്ട്രീയത്തിനതീതമായി ഈ നാട്ടിലെ ജനങ്ങൾ വലിയ സ്വീകാര്യതയും വലിയ പിന്തുണയുമാണ് നൽകുന്നത്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഇടത് കോട്ടയാണ് 40 വർഷമായി തുടർച്ചയായി അവർ ജയിക്കുന്ന മണ്ഡലം. അത് തിരിച്ചു പിടിക്കാനാകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായും അങ്ങനെ കേരളത്തിൽ സർവാധിപത്യ കോട്ടകളൊന്നുമില്ല. പൊളിച്ചാൽ പൊളിയാത്ത ഒരു കോട്ടയുമില്ല. ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 5 പതിറ്റാണ്ടിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലം ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. MLA ആയാൽ ആദ്യം ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഈ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഈ നാടിനുണ്ട്. അതിന് 50 വർഷക്കാലത്തെ വികസനം ഒരുക്കിയിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങൾ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒന്ന് എന്നുള്ളതല്ല, അതെല്ലാം സമഗ്രമായ വികസനങ്ങൾ, വളരെ കൃത്യമായ വികസന കാഴ്ചപ്പാടോടുകൂടി വ്യക്തമായ പദ്ധതികളോട് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് ആവശ്യമുണ്ട്. അതെല്ലാം ഒന്നൊന്നായി ഏറ്റെടുക്കും. എല്ലാ ആശംസകളും. വലിയ പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് വാമനപുരത്ത് സുധീർ പാലോടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വാമനപുരത്തെ സിറ്റിംഗ് MLA DK മുരളി എന്നോടൊപ്പം ചേരുന്നു. UDF വലിയ പ്രതീക്ഷയിലാണ് ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടത് കോട്ട തകർക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നത്? അത് അവരുടെ വെറും ആഗ്രഹമോ വ്യാമോഹമോ മാത്രമാണ്. 1977 മുതൽ ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് ഈ നിയോജകമണ്ഡലം. ഇപ്രാവശ്യം ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. കാരണം അതിനുള്ള കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് LDF ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഈ മണ്ഡലത്തിലും പ്രാപ്യമായിട്ടുണ്ട്. ആ 2200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടവുമായിട്ടാണ് LDF ഇപ്പോൾ വീണ്ടും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതിന്റെ അംഗീകാരം തീർച്ചയായിട്ടും ഈ നാട്ടിൽ നിന്ന് ലഭ്യമാകുമെന്നുള്ളതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പിന്നെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഈ ഗവൺമെന്റ് നടത്തിയുള്ള മുന്നേറ്റം, സാധാരണക്കാർക്ക് ഈ ഗവൺമെന്റ് തുടരണമെന്ന ആഗ്രഹത്തിലാണ്. ഇതെല്ലാം സഹായകമായ ഘടകങ്ങളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. സർക്കാരിനും താങ്കൾക്ക് ഒരു തുടർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത്? ഉറപ്പായും തുടർച്ചയുണ്ടാവും. സർക്കാർ തുടരും. LDFന്റെ പ്രതിനിധി തന്നെ ഇവിടെ ജയിക്കുകയും ചെയ്യും. പിന്നെ ഒരു മതേതര സംസ്കാരമാണ് ഈ നാടിനുള്ളത്. അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് LDFന്റെ ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും അതിനനുകൂലമായി ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും എന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വളരെയധികം നന്ദി. ആ പ്രതീക്ഷയിൽ പങ്കുവെച്ചുകൊണ്ടാണ് വാമനപുരത്ത് അതോടൊപ്പം വെഞ്ഞാറമൂട്ടിലേക്ക് DK മുരളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വോട്ടർമാർക്കിടയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വാമനപുരത്തെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വേണു കാർണവർ എന്നോടൊപ്പം ചേരുന്നു. വലിയ പ്രതീക്ഷയിലാണ് ഈ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞ UDFന്റെ പ്രചാരണം മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. BJP എന്ത് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞുള്ള ഒരു സംവിധാനത്തിനും ഞങ്ങൾക്കില്ല. 100% വിജയിക്കുമെന്നുള്ള
ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി നല്ല പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഗ്രഹ സന്ദർശനമാണോ ഇന്നിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ കീ വോട്ടേഴ്സിനെ കാണുക, മറ്റ് സാമുദായിക സംഘടനകളിലെ എല്ലാ നേതാക്കന്മാരെയും കണ്ട് അവരുടെ ആശീർവാദം വാങ്ങുക എന്നുള്ളതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ പ്രചാരണത്തിനെത്തുമോ? കൃത്യമായി എത്തും. BJPയുടെയും BDJSന്റെയും ഉന്നത നേതാക്കന്മാർ ഇവിടെ വരികയും ഇവിടെ NDAക്ക് വേണ്ടി പ്രചരണം നടത്തുകയും നമ്മൾ വിജയിക്കുകയും ചെയ്യും. ഓക്കെ, അത്തരത്തിൽ ഇടത് കോട്ടയിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചാരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ചിഹ്നം പലതവണ മാറിയ തനിക്ക് ക്ലോക്ക് ചിഹ്നം നഷ്ടമായത് തിരിച്ചടിയാവില്ലെന്ന് എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ. കേരളത്തിലെ വോട്ടർമാർ സ്ഥാനാർത്ഥിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ചിഹ്നത്തിൽ തർക്കമുണ്ടായപ്പോൾ മരവിപ്പിക്കണമെന്ന് ആവശ്യം അംഗീകരിക്കാത്ത കമ്മീഷൻ നടപടിക്കെതിരെ പ്രതിഷേധം ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. താങ്കളെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി അവിടെയാണ്. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി, ഞങ്ങൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ പ്രതിസന്ധി പരിഹരിച്ച് കഴിഞ്ഞു. ഞങ്ങളെ ചിഹ്നം മാറിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ച സ്ഥലത്തെല്ലാം തന്നെ ആ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് കോർപ്പറേഷൻ മൊഗൂർ ഡിവിഷനിൽ ഞങ്ങളെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അവിടെ ക്ലോക്ക് ചിഹ്നത്തിൽ വേറെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷേ അത് നഷ്ടം യഥാർത്ഥത്തിൽ ഉണ്ടായത് അങ്ങനെ നിർത്തുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ടായതെന്നാണ് ഞങ്ങളെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പം പ്രചാരണം കൊടുമ്പരി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഈ UDFന്റെ ഒരു ആരോപണം നിരന്തരം ഈ ഡീലാണ്. കേരളത്തിൽ പലയിടത്തും LDFും BJPയുമായി ഡീലൊക്കെ ഉണ്ടെന്നുള്ള ആരോപണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ വിഷയത്തിൽ തിരിഞ്ഞാണ് പ്രചരണം മുന്നോട്ട് നീങ്ങുന്നത്. എങ്ങനെ കാണുന്നത്? ഒന്നാമത് UDF വിഷയദാരിദ്ര്യമില്ലാതെ തപ്പിത്തടയുകയാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാതെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അധികാരം കിട്ടിയാൽ എന്താണ് ചെയ്യുക എന്നൊരു ക്യാമ്പയിൻ, വികസനവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിൽ നിന്നും ഒളിച്ചോടാൻ അവർ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗ്ഗം അത്. അല്ലാതെ അതുമാത്രമല്ല, എന്ത് പറയണം, ജനങ്ങളോട് എന്ത് പറഞ്ഞാൽ വോട്ട് ചെയ്തു? ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകണം. അതിനാണ് തുടരണം എന്ന് പറയുന്നത്. കാരണം തുടരണം എന്തുകൊണ്ടെന്ന ചോദ്യത്തിൽ ഞങ്ങൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പുതിയ തുടങ്ങാനുണ്ട്. അത് സമഗ്രമായ കേരള വികസനവുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളതുകൊണ്ടാണ് വികസന പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷേ വികസന പ്രശ്നങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ കഴിയുന്നില്ല. 1. 2, അഴിമതി ആരോപണം പറഞ്ഞ് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ കഴിയുന്നില്ല. മറ്റേതെങ്കിലും തരത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തോ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ നിരായുധനായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഈ ഡീൽ എന്ന ഏർപ്പാടിലൂടെ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കോലീബി ബന്ധമൊക്കെ വടകരയിൽ ഞങ്ങൾ KP യൂണിവേഴ്സിൽ മത്സരിച്ചപ്പോൾ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരാണ്. ബേപ്പൂർ അല്ലേ? അത് ബേപ്പൂരും വടകരയും, വടകര പാർലമെന്റിലും ബേപ്പൂർ അസംബ്ലിയിലും. ഇതൊന്നും ജനം വകവെക്കില്ലെന്നാണ്. ജനങ്ങൾ അത്ര ചിന്താശക്തി ഇല്ലാത്തവരും രാഷ്ട്രീയ കാര്യങ്ങൾ അവഗണന ചെയ്യാൻ കഴിവില്ലാത്തവരുമാണെന്ന് നമ്മളെന്തിനാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അവർ വളരെ പ്രബുദ്ധരാണ് കേരളത്തിലെ വോട്ടർമാർ. അതുകൊണ്ടാണ് ചില തെരഞ്ഞെടുപ്പുകളിൽ ചില തരത്തിൽ സവിശേഷതയാർന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകുന്നത്. ഒരേ പാറ്റേണിൽ അങ്ങനെ വോട്ട് ചെയ്ത് അന്ധമായി വോട്ട് ചെയ്ത് പോകുന്നവരല്ല. അതിൻ്റെ ശരി തെറ്റുകൾ നോക്കി തന്നെ വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ കേരളം ആരാ ഭരിക്കേണ്ടത് എന്ന ചോദ്യത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉത്തരം കാണേണ്ടത്. ആ ചോദ്യത്തിന് അവരെ ഉത്തരം LDF എന്നാവാൻ കാരണം മറ്റവർക്ക് എന്തിനാണ് ഞങ്ങൾക്ക് വോട്ട് എന്ന് ചോദിക്കുന്നില്ല. അവർ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു, മന്ത്രിമാരെ കുറ്റപ്പെടുത്തുന്നു, പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നു. അതിനല്ലല്ലോ തെരഞ്ഞെടുപ്പ് നാളെ നിങ്ങൾ എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത്? ഞങ്ങൾ ഭരിക്കാൻ ഇന്നതാണ് ചെയ്യുക, ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രസ്താവനയും ഒരു പ്രസംഗവും ഈ ദിവസങ്ങളിനിടയിൽ ഏതെങ്കിലും ഒരു UDF നേതാവിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് തെരഞ്ഞെടുപ്പിലെ ഇത്രയേറെ വിഷയദാരിദ്ര്യം അനുഭവിച്ച ഒരു കാലവും UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല. അത്ര പരിതാപകരമായ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്.
എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വികസന കാര്യങ്ങളോ അല്ലെങ്കിൽ സർക്കാരിന്റെ പോരായ്മകളോ പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഡീൽ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ചിഹ്നം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അപരനായി അജിത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി രംഗത്തുള്ളത് വിജയ് സാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കുകയും ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എലത്തൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയാണ് പോരാട്ടമെന്ന NCP അജിത് പവാർ പക്ഷം സ്ഥാനാർത്ഥി CK ശശീന്ദ്രൻ. ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് താനാണ് യഥാർത്ഥ NCP സ്ഥാനാർത്ഥി. NCP മണ്ഡലം നിലനിർത്തുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഇടതുകോട്ടയെ അറിയപ്പെടുന്ന എലത്തൂരിൽ ഇത്തവണ വലിയ ആശയക്കുഴപ്പത്തിലാണ് കാര്യങ്ങൾ. കാരണം NCP രണ്ടായി വിഭജിച്ചിരുന്നു. അതിൽ അജിത് പവാർ പക്ഷത്തിനാണ് ഇത്തവണ ക്ലോക്ക് ചിഹ്നവും NCP പാർട്ടി എന്ന പേരിൽ മത്സരിക്കാനും കഴിയുന്നത്. AK ശശീന്ദ്രന് വർഷങ്ങളായി അദ്ദേഹം മത്സരിച്ചിരുന്ന ക്ലോക്ക് ചിഹ്നം നഷ്ടമാവുകയും കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നമാണ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അജിത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേരും ശശീന്ദ്രൻ എന്ന് തന്നെയാണ്, PK ശശീന്ദ്രൻ എന്ന് തന്നെയാണ്. എന്തായാലും ആ സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഞങ്ങൾ പ്രചരണം ആരംഭിക്കുന്നേ ഉള്ളൂ. കാരണം കളക്ടറേറ്റ് മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ബാക്കി നാളെ പത്രസമ്മേളനമുണ്ട്. അതിനുശേഷമേ ഒക്കെ തുടങ്ങുള്ളൂ. എങ്ങനെയാണ് മത്സരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്? മത്സരിക്കാൻ സാഹചര്യം വെച്ചാൽ ഒന്നുമില്ല. ഈ എലത്തൂർ മണ്ഡലത്തിൽ എലത്തൂർ മണ്ണിൽ ഇയാൾ ഒന്നൊരു കാര്യവും ചെയ്തിട്ടില്ല അദ്ദേഹം. അപ്പം 15-20 വർഷമായി അവിടെ മന്ത്രി, 2 പ്രാവശ്യം മന്ത്രി. എന്നിട്ട് പോലും എലത്തൂർ മണ്ണിൽ ഒരു കാര്യം ചെയ്തില്ല. കുറച്ച് എന്താ പറയുക, കുറച്ച് പശുക്കളെയും ആടിനെയും കോയിനെയും കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. വികസനമല്ലേ വേണ്ടത്. പിന്നെ അതുമാത്രമല്ല ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അവിടെ താമസിച്ച ആളാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. പിന്നെ അതിൽ പറയാനില്ലല്ലോ. ഈ പേര് AK ശശീന്ദ്രന്റെ ഏതാണ്ട് സാമ്യമുള്ള പേരാണ് അല്ലേ? ഒപ്പം ചിഹ്നവും ലഭിച്ചു. അത് പിന്നെ നമ്മളെ അല്ലത് എങ്ങനെയാണ് സ്ഥാനാർത്ഥി ഈ പേരിന്റെ സാമ്യത കൊണ്ടാണോ സ്ഥാനാർത്ഥി? ഞാൻ ആദ്യം PK ശശീന്ദ്രൻ തന്നെയാണ്. അല്ല, ഇതുകൊണ്ടാണോ താങ്കളെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി? അതറിയില്ല. ഞാൻ എത്രയോ വർഷമായി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റായിരുന്നു NCPയുടെ. പിന്നെ അതിന് ശേഷം സെലീന എന്ന് പറഞ്ഞ ഒരു ബന്ധു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം എവിടെ താമസിക്കുന്നത്? അപ്പോൾ ഇപ്പം ഞാൻ ജോലി സംബന്ധമായിട്ട് മലപ്പുറമുള്ളത്. വൈഫിന് ജോലിയുണ്ട് മലപ്പുറമുള്ളത്. ഇങ്ങനൊരാളെ അറിയുകയില്ലെന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അജിത് പവാർ വിഭാഗം വന്നതിന് ശേഷമാണ് ഞാൻ പാർട്ടി ചേർന്നത്. ആദ്യം ഞാൻ ജനതാദളിലായിരുന്നു 25 വർഷത്തോളം. അന്ന് മാത്യു തോമസ്, കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള ജനതാദളിന്റെ കൂടെ ആയിട്ടുള്ളത്. അതായത് എവിടെയായിരുന്നു പ്രവർത്തിച്ചത്? മലപ്പുറത്തായിരുന്നു? അല്ല, കോഴിക്കോട്. ജനതാദളിന്റെ കൂടെ ആയിരുന്നു. എന്നിട്ട് ഈ മണ്ഡലം പ്രസിഡന്റായിരുന്നു ആ സമയത്ത്. ഇതിപ്പോ ഇത് വന്നു കഴിഞ്ഞാണ് മാറിയത് അല്ലെ? ഈ അജിത് പവാർ പക്ഷമായിട്ട് ഗ്രൂപ്പ് മാറിയതിന് 2 ആയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. ഈ പറഞ്ഞോ ശശീന്ദ്രന്റെ ആളുകൾ ബന്ധപ്പെട്ടോ? ഈ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ്? ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കാനൊന്നുമില്ല. കാരണം അവരെ പാർട്ടിന്റെ ആൾക്കാരല്ലേ. ഞാനൊന്നുമില്ല. ഈ ചിഹ്നത്തിന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നല്ലേ? ഈ ചിഹ്നം മരവിപ്പിക്കണം. വലിയ ഡിസ്പ്യൂട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറേ ദിവസമായി നിലനിൽക്കുന്നത്. അതിനെപ്പറ്റി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ചിഹ്നം അനുവദിച്ചല്ലോ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോ അദ്ദേഹം കഴിഞ്ഞ 15-20 വർഷമായി മത്സരിച്ചിരുന്ന ചിഹ്നമാണ്. എന്ത് തോന്നുന്നു? അവിടെ എന്ത് സംഭവിക്കും? അല്ലെ, അവിടുത്തെ ജനങ്ങൾക്ക്, എലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ചാക്കുമ്പോൾ ചെയ്യും ജയിച്ചു കഴിഞ്ഞാൽ. കാരണം ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ജയിക്കും 100%. ഈ ക്ലോക്ക് ചിഹ്നം ലഭിച്ചുകൊണ്ടാണോ പ്രതീക്ഷ? ക്ലോക്ക് ചിഹ്നത്തിന് മാത്രമല്ല, അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് ഒരുപാടാണ് ജനങ്ങൾക്ക്. അത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ അദ്ദേഹത്തെ പറ്റി ജനങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ സ്ഥാനാർത്ഥികളായാൽ സാധാരണ ചുവരെഴുതും, ഫ്ലക്സ് വെക്കും ഒക്കെ ഉണ്ട്. ഇതുവരെ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ, ഈ NCP സ്ഥാനാർത്ഥിയുടെ ഒരു ബോർഡ് പോലും എങ്ങും കാണാനില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിഹ്നം കിട്ടണ്ടേ. ഈ ചിഹ്നം കിട്ടിയാലേ നമുക്ക് ഡൽഹിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അയച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു താമസം ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ എൻ്റെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ആരാണ് ഇപ്പോൾ? ദേശീയ അധ്യക്ഷൻ പ്രഫുൽ പട്ടേൽ. പ്രഫുൽ പട്ടേൽ അല്ല, അജിത് പവാറിന്റെ ഭാര്യയാണെന്നാണ്. അത് ഇപ്പോൾ അദ്ദേഹം മരിച്ചല്ലോ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിന് ശേഷം ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവർ പരിഹരിച്ചോളൂ. അവരിപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ മഹാരാഷ്ട്രയിൽ. നിങ്ങളുടെ സംസ്ഥാന നേതാവ് ആരാണ്? പ്രസിഡന്റ്? ഇപ്പോൾ 2 ആഴ്ച മുന്നേ വരെ എന്നെ മുഹമ്മദ് കുട്ടി എന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് 2 സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്, സ്വതന്ത്ര സ്ഥാനമായിട്ട് മത്സരിക്കുന്നുണ്ട്.
അയാൾ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഈ തൃക്കരിപ്പൂരൊക്കെ ആയിരുന്നു അദ്ദേഹം മത്സരിക്കാനല്ലേ? അല്ല, അയാൾ ഒരിക്കലും കോട്ടയ്ക്കൽ കഴിഞ്ഞ വർഷം മത്സരിച്ചാണ്. LDFന്റെ ഇതിൽ സപ്പോർട്ട് കൂടി പരാജയപ്പെട്ടു. ഇപ്പം തിരൂരും കോട്ടയ്ക്കലും അദ്ദേഹം മത്സരരംഗത്തുണ്ടോ ഇപ്പോഴും? ഇല്ല, പിന്മാറി. അതാണ് ഈ രണ്ടിടത്ത് മത്സരിക്കാൻ കൊടുത്തിട്ടും അത് പിന്മാറി. താങ്കൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത്. അപ്പൊ ഇവിടുത്തെ പിന്മാറുന്നതിനെ പറ്റി ഒരു ആലോചന? ഒരാലോചനയില്ല, ശക്തമായി ഞങ്ങൾ നേരിടും. ഇപ്പൊ നിങ്ങളുടെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോ പിന്നെ ജബ്ബാർ എന്ന ആളാണ്. അയാള് ഒരു മരണം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയതാണ്. ഇവിടെ കാര്യമായ പ്രവർത്തനമൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ പ്രവർത്തനത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം ഒരു അവരനല്ല, നിങ്ങളാണ് ഒറിജിനൽ? ഞാനാണ് ഒറിജിനൽ NCPയുടെ ബ്ലോക്ക് ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി. അപ്പം NCP തന്നെ മണ്ഡലം നിലനിർത്തും? അതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും നമ്മളെ ഭാഗത്ത്, എല്ലാവരും പല ഫോണുകളും ഒക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ മത്സരിക്കുക, ഇദ്ദേഹത്തെ നിർത്തറുന്നതാണ്. നിങ്ങൾ സംസ്ഥാന തലത്തിൽ ആർക്കാണ് പിന്തുണ കൊടുക്കുക? ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ആരോടൊപ്പം നിൽക്കും? ഇപ്പം ഞങ്ങൾ NCPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ നേരം അതിൻ്റെ നേതൃത്വത്തിൽ സംസാരിച്ചിട്ട് കാര്യങ്ങൾ. ഇപ്പം നിലവിൽ ആരോടൊപ്പം? അല്ല, BJPയോടൊപ്പമാണല്ലോ ഈ മഹാരാഷ്ട്രയിൽ. നമ്മൾ കേരള ഘടകത്തിന് ഞങ്ങൾക്ക് താല്പര്യം ഉള്ള ഒരു സംഭവമുണ്ട്. അത് ആ താല്പര്യമായിട്ട് മുന്നോട്ട് പോകും. അത് ഇവിടെ BJPയുടെ NDയോടൊപ്പം ഇല്ല? ഇവിടെ NDയോടൊപ്പം ഇവിടെ ഇല്ല. എന്നാലും വലിയ വിജയം ലഭിക്കുന്ന ഉറപ്പാണ്. എന്തായാലും പേര് സമാനമാണ്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ NCP മത്സരിച്ച ചിഹ്നത്തിൽ, അല്ലെങ്കിൽ AK ശശീന്ദ്രൻ മത്സരിച്ച ചിഹ്നത്തിലാണ് മത്സരിക്കുന്ന. ഒരു വിജയം നേടും. ആർക്കാണ് പിന്തുണ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അന്വേഷണവുമായി സഹകരിക്കാതെ രാജകുടുംബം. കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചിലരെ ചോദ്യം ചെയ്യുകയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിയുമായി രാജകുടുംബം എത്തിയത്. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന് രാജകുടുംബം ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. കഴിഞ്ഞ വർഷം നവംബറിലാണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും 2 കോടി വില മതിക്കുന്ന പുരാവസ്തു മൂല്യമുള്ള ആഭരണങ്ങൾ നഷ്ടമാകുന്നത്. അതിനുശേഷം ഇത് കുടുംബാംഗങ്ങൾ വഴി കൈമാറിപ്പോയതാണോ എന്ന സംശയമടക്കമുള്ളതുകൊണ്ട് പോലീസിൽ പരാതിപ്പെടാതിരിക്കുകയായിരുന്നു. ഈ മാസം പകുതിയോടുകൂടിയായിരുന്നു ഈ പോലീസിൽ പരാതിപ്പെടുകയും കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകുകയും കമ്മീഷണർ ഇത് ക്രൈംബ്രാഞ്ചിൽ കൈമാറുകയും അടക്കം ചെയ്തത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിനെതിരെ ആക്ഷേപം വരുന്നത്. അതായത് ഈ ഒരു കുടുംബം കൃത്യമായി ഈ ഒരു അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല, കൃത്യമായി വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നത്. കാരണം ഇത്രയും താമസം ഉണ്ടായിട്ടുണ്ട്. നവംബറിൽ നടന്നൊരു മോഷണം, അത് കൃത്യമായി കുടുംബത്തിൽ അന്വേഷിച്ച് ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ പരാതി ലഭിക്കുന്നത്. മാത്രമല്ല അവിടെ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം, അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് പോലീസ് ഇപ്പോൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇപ്പോൾ പോലീസിന് അന്വേഷണം നടത്താനുള്ള സാഹചര്യമുള്ളൂ. മാത്രമല്ല കവടിയാർ കൊട്ടാരത്തിന്റെ അകത്ത് കയറി പുറമെ നിന്നുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പത്തിൽ മോഷണം നടത്താൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ പരിപൂർണമായ ഒരു പിന്തുണ ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടാവണം. അതുണ്ടാകുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആക്ഷേപം. നേരെ മറിച്ച് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പോലീസ് ബുദ്ധിമുട്ടിക്കുന്നു. അതായത് ഈ ഒരു അന്വേഷണത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ആക്ഷേപം. മാത്രമല്ല അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നില്ല എന്നടക്കം അവർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു കാലതാമസം അത് പോലീസിന് ശരിയായ ഉത്തരം ലഭിക്കുന്നവരെ ആ അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല ഈ ഒരു അമൂല്യമായ വസ്തുക്കൾ എങ്ങനെ പുറത്തേക്ക് പോയി, അത് കൊട്ടാരത്തിനകത്തുനിന്നുള്ള ഒരാളുടെ സഹായം ലഭിച്ചിട്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ കേസിൽ ലീഗ് നേതാവ് ഇർഷാദിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഭ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന ചൂട്. ഈ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ 11 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന്, ഒപ്പം ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പൊതുവെ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. പാലക്കാട് കാറിന്റെ ബോണറ്റിനുള്ളിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. തൃത്താല തച്ചറാങ്കുന്ന് സ്വദേശിയുടെ വീട്ടിലാണ് സംഭവം. കാറിനുള്ളിലേക്ക് പാമ്പ് കയറിപ്പോകുന്നത് കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയത്. പെരിയാറിന് തീരത്ത് കടുവയുടെ സാന്നിധ്യം. വേങ്ങൂർ കൊച്ചുപുരയ്ക്കൽ കടവിന് മറുകരയിലുള്ള പെരുന്തോട് വനപ്രദേശത്തോട് ചേർന്നുള്ള ഭാഗത്താണ് കടുവയെ കണ്ടത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് കൊച്ചുപുരയ്ക്കൽ കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് ചൂണ്ടയിടാൻ പോയ യുവാക്കളാണ് കടുവയെ ആദ്യം കാണുന്നത്. പെരുന്തോട് മഹാഗണിത്തോട്ട മേഖലകളിൽ വന്യജീവികളുടെ സാന്നിധ്യം ഉള്ളതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. വേനൽ ചൂട് വർദ്ധിച്ചതോടുകൂടി വെള്ളം കുടിക്കാൻ പുറത്തേക്ക് വന്നതാകാം എന്നാണ് നിഗമനം. ഇറാനിൽ 10 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ഇറാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണെന്നാണ് വാദം. ഏപ്രിൽ 6 വരെയാണ് ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. അതേസമയം അമേരിക്ക യുദ്ധം നിർത്താൻ മുന്നോട്ട് വെച്ച ഉപാധികൾ ഏകപക്ഷീയമാണെന്ന് ഇറാൻ വാദിക്കുന്നു. US-നും ഇറാനും ഇടയിലെ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് തങ്ങളാണെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ കാലയളവിൽ സമാധാന ചർച്ചകൾ നടത്തുമെന്നും ഇറാൻ ആക്രമണം അവസാനിപ്പിക്കാൻ അപേക്ഷിക്കുകയാണെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,265, പവന് 1,06,120. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,960, പവന് 87,680. വെള്ളി ഗ്രാമിന് 240. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.